ശുദ്ധ റമദാൻ എന്നുള്ളത് ഖുർആനിന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കാനായി തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ ആയി കഴിഞ്ഞാൽ ഖുർആൻ ധാരാളമായി ഓതുക, ഖത്തങ്ങൾ അഥവാ ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ധാരാളമായി ഓതി തീർക്കുക, ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മുൻകഴിഞ്ഞ സലഫ് സ്വാലിഹീങ്ങളുടെയും ശീലമായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റമദാനിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹിസ്സലാം വരുമായിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു. ഈ ഒരു ഹദീസ് തന്നെ റമദാനിൽ ഖുർആൻ ഓതുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണെന്നും പരിശുദ്ധ ഖുർആൻ തിലാവത്തിന് ഈ റമദാൻ മാസത്തിൽ വലിയ പ്രാധാന്യത നൽകേണ്ടതുണ്ടെന്ന കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയിലും 7 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുമായിരുന്നു. എന്നാൽ റമദാൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ അതിനേക്കാൾ കൂടുതൽ ഓതുകയും ധാരാളം ഖത്തങ്ങൾ തീർക്കുകയും ചെയ്യുമായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, ധാരാളം ആളുകൾക്ക് ധാരാളം അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ റമദാൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതലായി പ്രാധാന്യത കൽപ്പിച്ചിരുന്നത് പരിശുദ്ധ ഖുർആൻ തിലാവത്തിനായിരുന്നു. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ആബിദായിരുന്നു, ധാരാളം ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. പക്ഷെ റമദാൻ ആയി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൽപ്പിച്ചിരുന്നത്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റമദാൻ ആയി കഴിഞ്ഞാൽ പറയുമായിരുന്നു, പരിശുദ്ധ റമദാൻ എന്നുള്ളത് ഖുർആൻ ഓതേണ്ട മാസമാണെന്ന്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. പരിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കേണ്ട ഒരു ഇബാദത്താണ്. അതുകൊണ്ട് റമദാന് മുമ്പ് തന്നെ നാം അതിനെ പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റണം. ഇത് ശഅബാൻ മാസമാണ്, റമദാന് വേണ്ടി തയ്യാറാവാനുള്ള ഏറ്റവും അവസാനത്തെ മാസമാണ്. ഈ മാസത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് നാം പരിശീലിക്കണം.